സാറേ, ഈ കൊള്ളപ്പലിശക്കാരനൊന്നും ബാങ്കിൽ കാശിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടിയേ പറ്റൂ. ഒരു 2 ലക്ഷം രൂപയെങ്കിലും ഇല്ലെങ്കിൽ എല്ലാവരും ജോലിയുടെ കാര്യമൊന്നും മറന്നേ കേട്ടോ. അങ്ങനെയൊന്നും പറയല്ലേ സാറേ. അയാളെ കാല് വേണമെങ്കിൽ പിടിക്കാം. പഴയ പണിക്കൊന്നും പോകാൻ വയ്യ. പഴയ പണി തന്നെയായിരുന്നു നല്ലത്. ഇതിപ്പോൾ ചായയും കാപ്പിയും മേടിച്ചു അടുത്ത്. ചാക്കോ, മോളെ അച്ഛനെവിടെ? ഒരു തോട്ടത്തിൽ എന്താരേ നീ ആക്ക് ബന്ദരേ ബാങ്കിൽ നിന്ന്. ആ നീർ കൊടുമ തോട്ടത്തിലാണ്. ഓഹോ, സാർ ഞങ്ങള് എനിക്കറിയാം, നിങ്ങൾ ബാങ്കിലെ പുതിയ ജോലിക്കാരല്ലേ? അല്ല, ഞങ്ങളെങ്ങനെ? ഈ നാട്ടിൽ പുതുതായിട്ട് ആറ് വന്നാലും എനിക്കറിയും. സാർ, ഞങ്ങൾക്ക് സാറിൻ്റെ ഒരു സഹായം വേണമായിരുന്നു. ശരി, നിങ്ങൾ പോയി അവിടെ ഇരിക്കുക, ഞാൻ വരാം. എന്ത് സഹായം? സാർ, നമ്മുടെ ബാങ്കിലേക്ക് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം സംസാരിക്കാനായിരുന്നു. 11% വരെ റിട്ടേൺസ് കിട്ടുന്ന ഒരു പ്ലാൻ ഉണ്ട് സാർ. സാർ ഒരു ചെറിയ ഡെപ്പോസിറ്റ് ഇടണം. ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട എനിക്ക് എത്ര കിട്ടും? ഒരു ചെറിയ ലാഭം. അതേ കാശ് എൻ്റെ കയ്യിലിരുന്ന ഒരു വർഷം ഞാൻ 4 മടങ്ങ് അധികമാ സമ്പാദിക്കും. സാർ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ? ഞങ്ങൾ എല്ലാവരുടെയും ജോലിയുടെ പ്രശ്നമാണ്. പറ്റില്ല എന്ന് പറഞ്ഞല്ലേ, ഇറങ്ങിക്കോ എല്ലാരും. വാ പോവാം. ഞാൻ പറഞ്ഞില്ല അപ്പോഴേ. സാറേ, എന്നാ കുറച്ച് കാശ് കടായിട്ട് തരാൻ പറ്റുമോ? സാധാരണയായി ഞാൻ ഈ നാട്ടുകാർക്ക് കടം കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ ഈ നാട്ടുകാരായില്ലേ, തരാം. എത്ര വേണം? ഒരു 5 5 ലക്ഷം. രാഘവ, ഏയ്, അത് കുഴിയെടുത്ത് മൂടറാ. എനിക്ക് ഈടൊന്നും ആവശ്യമില്ല. എല്ലാരും എനിക്ക് കാശ് തരും, നിങ്ങളും തിരിച്ചു തരുമെന്ന് എനിക്കറിയാം. വേഗം എടുക്കപ്പാ. ബഹളം ഉണ്ടാക്കില്ലേ സാർ? അതർ ബാങ്ക് ട്രാൻസാക്ഷൻ ആയതുകൊണ്ടായിരിക്കും. പൈസ എവിടെയും പോവില്ല. നമ്മൾ ഹെഡ് ഓഫീസിൽ ഒന്ന് വിളിച്ച് ഞാനത് ശരിയാക്കാം. അല്ല സാറിന് സാർ പ്ലീസ്. ഇത് എന്നാ പറച്ചിലാന്നേ? തോട്ടത്തിൽ പണിക്കാറുള്ളോണ്ടാ? ഇല്ല, ഞാൻ തന്നെ പോയേനെ. സാർ, ചിലപ്പോൾ ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. സാർ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. എത്ര ദിവസമായിട്ടോ പൈസ ഇട്ടിട്ട്? അളിയന്റെ അക്കൗണ്ട് വരെ പൈസ കയറിയിട്ടില്ല. സാർ, ഞാൻ ഹെഡ് ഓഫീസിൽ നിന്ന് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. കഴിഞ്ഞ തവണ നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞേ? ചിലപ്പോൾ SP-യുടെ ടെക്നിക്കൽ ഇഷ്യൂ ആവും. ഓ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാർ ഇപ്പോൾ നാളെ സാറിൻ്റെ അളിയൻ്റെ അക്കൗണ്ടിൽ കാശ് കിട്ടിയിരിക്കും, ഉറപ്പ്. ഒരു ദിവസം ഞാൻ നോക്കും. നാളെ അക്കൗണ്ടിൽ പൈസ കയറിയില്ലല്ലേ, ഞാൻ പോലീസിനോണ്ടായിരിക്കും വരുന്നേ. എന്നാ ആന്റണി പോയേക്കുവാ. എന്നാച്ച്? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നീ ഭക്ഷണം എടുത്ത് വയ്ക്കുക, ചെന്നൈ കൊണ്ടു. വിഷ്ണു SBI നേരിട്ട് പോകണം. NEFT ഇത്ര സമയമൊന്നും ആവശ്യമില്ല. ഒന്ന് അന്വേഷിക്കാം. ശരി, ഓക്കെ സാർ. ഈ അക്കൗണ്ടിലേക്ക് പൈസ ഒന്നും വന്നിട്ടില്ലല്ലോ. സർ, 23-ാം തീയതി ഹെഡ് ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്താണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹെഡ് ഓഫീസിൽ ചോദിക്കേണ്ടി വരും. നിങ്ങൾ ഏത് ബ്രാഞ്ചാ? ഞങ്ങൾ ബേടകം.
ബേടകമോ? അതെ. ആ ബ്രാഞ്ച് ഓപ്പൺ ആയിനാ? അല്ല, തുടങ്ങി 2 ആഴ്ചയായി. എന്തായാലും അങ്ങനെ ഒരു പൈസ ഇവിടെ വന്നിട്ടില്ല. നമസ്കാരമുണ്ട്. പ്രസിഡന്റ്, ഞാൻ വീട്ടിൽ വന്നിരുന്നു. ആ, അവൾ പറഞ്ഞിനി ഡെപ്പോസിറ്റിന്റെ കാര്യത്തിനല്ലേ? അതെ, അതെ. ആ, അതുകൊണ്ടാണ് വന്നത്. ആഹാ. ഭാസ്കര, വരൂ വരൂ. ഓ, ഓ. ആ, നമസ്കാരം. അതെ മാനേരെ, ഇത് എന്റെ പൈസ അല്ലപ്പാ. ടൗണിലെ ബാങ്കിലുണ്ടായത് എൻഡോസൾഫാൻ ചികിത്സാ ഫണ്ട്. നമ്മുടെ നാട്ടിലൊരു ബാങ്ക് ഉണ്ടാവുമ്പോ ആ പൈസയൊക്കെ ഈടെ കിടക്കട്ടെന്ന് നാട്ടാരെല്ലാരും കൂടെ തീരുമാനിച്ചു. അതെല്ലാം നന്നായി സാറേ, നന്നായി. റീമേ, അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമും ക്യാഷ് ഡെപ്പോസിറ്റ് സ്ലിപ്പും. ഓക്കെ. ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞില്ലേ? ക്യാഷ് റെഡി അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ മാനേജറോടൊന്ന് ചോദിക്കട്ടെ. സാറേ, മുസ്തഫ വന്നിട്ടുണ്ട്. വരാൻ പറ. ചെല്ലാൻ പറഞ്ഞു. സാറേ, ഞാൻ കുറെ വിളിച്ചു നോക്കി, ബാങ്കിൽ ആരും ഫോൺ എടുക്കുന്നില്ല. ശ്ശേ, ആ മുസ്തഫ കാശെടുക്കാൻ ബാങ്കിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തിയേ പറ്റൂ. എങ്ങനെയെങ്കിലും അത് തടയണം. വേഗം വാ. ഒരു 10 ലക്ഷം രൂപ ഞാൻ ഇപ്പൊ തരാം. വിജയ് സാർ വിളിച്ച് പറഞ്ഞല്ലേ, 2 ദിവസം കഴിഞ്ഞ് മൊത്തം പൈസ തിരിച്ചു തരാന്നാ പറയുന്നത്. അവിടെ എന്തോ ഷോർട്ടേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇവിടെ ഒരു ഗോൾഡ് ലോൺ വന്നാൽ കൊടുക്കാൻ പൈസയില്ല. പെറ്റി ക്യാഷ് പോലും കാലിയാണ്. ഒരു 1 ലക്ഷം ഞാൻ ഹോൾഡ് ചെയ്യുവാണ്. ബാക്കി ഞാൻ വിജയ് സാറിനോട് വിളിച്ചു പറഞ്ഞേക്കാം. നല്ല ആൾക്കാരാ. ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? സർ, ആ മുസ്തഫ വന്ന് കാശ് വല്ലതും കൊണ്ടുപോയോ? ക്യാഷ് ഫുള്ള് വേണമെന്ന് പറഞ്ഞു വന്നായിരുന്നു. ഞാൻ കൊടുത്തില്ല. ഒരു 1 ലക്ഷം ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സർ, ഒട്ടും സമയം കളയരുത്. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണം. നാട്ടിൽ നിന്ന് പോകാനോ? എന്ത് നോൺസെൻസ് വിഷ്ണു. സാറേ, എത്ര നേരമായിട്ട് ഞാൻ ഫോൺ ചെയ്യുന്നു, നിങ്ങൾ ഫോൺ എടുക്കാത്തത്? ഇവിടെ ഫോണൊന്നും വന്നിട്ടില്ല. നിങ്ങൾ ടെൻഷൻ എടുപ്പിയ കാര്യം പറ. സർ, ആന്റണിയുടെ ഇഷ്യൂ അറിയാൻ ഞങ്ങൾ SBI വരെ പോയി. അവരുടെ അറിവിൽ ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഇല്ല. അതിപ്പോ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. ഇതൊരു പുതിയ ബ്രാഞ്ച് അല്ലേ? സർ, ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തു. സർ, അവരുടെ വരാൻ പോകുന്ന എല്ലാ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാത്രം ഇല്ല. ശേ, അതാ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ സമയം എടുക്കുന്നതായിരിക്കും. സർ, ആ സംശയം കൊണ്ട് ഞങ്ങൾ മംഗലാപുരം ഹെഡ് ഓഫീസിൽ പോയി വിജയ് സാറിനെ കാണാൻ. എന്നിട്ട് സർ, അങ്ങനെ ഒരു എംപ്ലോയി അവർക്കില്ല. എന്താ വിഷ്ണു ഈ പറയുന്നത്? അങ്ങനെ ഒരു വഴിയില്ല. നിങ്ങൾക്ക് എന്താ അബദ്ധം പറ്റിയത്? സർ, എവിടെ നിന്ന് പോസ്റ്റിംഗ്, ഈ ബ്രാഞ്ച്, സർ, ഇതൊന്നും ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് നേരിട്ട് ചെയ്തിട്ടില്ല. സർ, ഇതൊരു ഫേക്ക് ബാങ്ക് ആണ് സർ. നമ്മൾ ഇത്ര നല്ലൊരു ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക വിഷ്ണു. നാട്ടുകാരുടെ കാശ്, മട്ടന്റെ കാശ്, നമ്മുടെയൊക്കെ ജോലി. സാർ, അതൊന്നും ആലോചിക്കാൻ ഇപ്പൊ സമയമില്ല. പോലീസുകാരും നാട്ടുകാരും അറിയുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ രക്ഷപ്പെട്ടേ പറ്റൂ. സർ, പ്ലീസ്. ചാക്കോ, പോയി താക്കോലോ. ലക്ഷ്മി വാ.